بسم الله الرحمن الرحيم. إلى حضرة شيخنا ومربينا وقدوتنا الشيخ محمد بن الشيخ محمد القادري الجشتي جادي قدس الله سره العزيز ورضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാപ്പാന്റെ യഥാർത്ഥ മുത്തഖീങ്ങളായ ഉമ്മത്തിയിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഗൗസുല്ലാഹ തങ്ങൾ പാപ്പാന്റെ യഥാർത്ഥ മുരീദന്മാരുടെ കൂട്ടത്തിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ന്യൂനതയും പരിഹരിച്ച എല്ലാ അദബുകേടുകളും പുറത്ത് നമ്മൾ കബൂലാക്കി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വളരെ വിശുദ്ധമായ ഒരു മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. റബീഉൽ അവ്വലിൻ്റെ ഈ വസന്തമാസം മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാപ്പയെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതി വരൂല. മഹാന്മാരായ ഉന്നതരായ ഔലിയാക്കൾ അത്യുന്നത സ്ഥാനത്ത് നിലകൊള്ളുന്ന ഔലിയാക്കളിലെ കുത്തുബുകളും ഗൗസുകളും അബ്ദാലുകളുമായി നിലകൊണ്ട മഹാന്മാരായ ഔലിയാക്കൾ അവർക്ക് കഴിയാവുന്ന വിധത്തിൽ പ്രകടിപ്പിക്കാവുന്ന വിധത്തിൽ അൽ ഹഖീഖത്തുൽ മുഹമ്മദിയയെ കുറിച്ച് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാപ്പാൻ്റെ ഹഖീഖത്തിനെ കുറിച്ച്, യാഥാർത്ഥ്യത്തെക്കുറിച്ച്, പരമ്പൊരുളിനെ കുറിച്ച് പലവിധ ഗ്രന്ഥങ്ങളിലൂടെ അവർ വിശദീകരിച്ചിട്ടുണ്ട്. അവർ ഓരോരുത്തരും അവരുടെ ഖദറനുസരിച്ച് ആ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ആ സമുദ്രത്തെ നോക്കിക്കണ്ട് ഇത് എപ്രകാരമാണോ അതിനെക്കുറിച്ച് അവർ വിശദീകരിച്ചിട്ടുണ്ട്. അതിലേറ്റവും സുപ്രസിദ്ധമായിട്ടുള്ളതാണ് മഹാനരായ അബ്ദുൽ കരീമുൽ ജീലി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ രചിച്ച ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ ഗുണഗണങ്ങളെക്കുറിച്ചും എഴുതാൻ വേണ്ടി വാള്യങ്ങളോളമുള്ള ഗ്രന്ഥങ്ങൾ മഹാനവറുകൾ എഴുതിയിട്ടുണ്ട്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെറുപ്പകാലത്തെക്കുറിച്ച്, ആടുമേച്ചതിനെക്കുറിച്ച്, അതുപോലെ കച്ചവടത്തിന് വേണ്ടി പോയതിൻ്റെ രഹസ്യത്തെക്കുറിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാപ്പാൻ്റെ വിവാഹത്തെക്കുറിച്ച്, അവിടുത്തെ നുബുവത്തിനെക്കുറിച്ച്, വാറ് ഹിറയിൽ ഏകാന്തവാസം അനുഷ്ഠിച്ചതിനെക്കുറിച്ച്, ഇങ്ങനെ തുടങ്ങി ആ 63 വർഷക്കാലം, അതിൽ സമ്പുഷ്ടമായ 23 വർഷക്കാലത്തിൻ്റെ അതിമഹത്വമായ ഷറഫാക്കപ്പെട്ട ആ കർണിനെക്കുറിച്ച്, നൂറ്റാണ്ടിനെക്കുറിച്ച്, ആ വർഷത്തെക്കുറിച്ച് മഹാനവറുകൾ വളരെ വിശദമായി പരത്തി പറഞ്ഞൊരു വിഷയമാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഗ്രന്ഥം അൽ ഇൻസാനുൽ കാമിൽ, സമ്പൂർണ്ണ മനുഷ്യൻ എന്ന ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് വളരെ ഗൗരവവും വളരെ
അർത്ഥപൂർണവുമായ ഒരു വിഷയമാണ്. അതിൻ്റെ പറയുന്ന എല്ലാ അർത്ഥങ്ങളുടെ ആഴങ്ങളിലേക്കും നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ചെറിയ രീതിയിൽ നമുക്ക് മനസ്സിലാകുന്ന, ചെറിയ ബുദ്ധിയിൽ മനസ്സിലാകുന്ന വിഷയങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. മഹാനവറുകൾ അതിൻ്റെ തുടക്കഭാഗത്തിൽ തന്നെ പറയുന്നുണ്ട്, അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അൽ ഖുതുബു, അച്ചുതണ്ടായി വർത്തിക്കുന്നത്. അല്ലദീ തദൂറു അലൈഹിൽ അഫ്ലാഖ്, എല്ലാ ഗോളങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കുന്ന അച്ചുതണ്ടായി വർത്തിക്കുന്നത് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. യഅലം ഹഫിളകല്ലാഹ് അന്നൽ ഇൻസാനൽ കാമിൽ, അറിയണം സമ്പൂർണ്ണ മനുഷ്യൻ എന്ന് പറയുന്നത് ഹുവൽ ഖുതുബുല്ലദീ തദൂറു അലൈഹി അഫ്ലാഖുൽ വുജൂദ്, പ്രപഞ്ചത്തിലെ എല്ലാ ഗോളങ്ങളും ചലിച്ചുകൊണ്ടിരിക്കുന്ന, കറങ്ങിക്കൊണ്ടിരിക്കുന്ന അച്ചുതണ്ടാണ് ഇൻസാനുൽ കാമിൽ, സമ്പൂർണ്ണ മനുഷ്യൻ എന്ന് പറയുന്നത്. മിൻ അവ്വലിഹി ഇലാ ആഖിരിഹി, തുടക്കവും ഒടുക്കവും അതുപ്രകാരം തന്നെയാണ്. വഹുവ വാഹിദുൻ, അതൊന്നു മാത്രമാണ്. മുന്ദു കാനൽ വുജൂദ് ഇലാ അബദിൽ ആബിദീൻ, നിരന്തരമായി ഇനിയുള്ള കാലം എത്രയാണോ അത്രയും കാലം, ഈ പ്രപഞ്ചമുണ്ടാകുന്ന ഇടത്തോളം കാലം അതൊന്നു മാത്രമാണ്. സുമലഹു തനവ്വുഉൻ, അതിന് വൈവിധ്യങ്ങളുണ്ട്. മലാബിസിൻ, വസ്ത്രങ്ങളുടെ വൈവിധ്യമുണ്ട്. ഫയുസമ്മ ബിഹി ബിഇഅ്തിബാരി ലിബാസിൻ, ഓരോ വസ്ത്രത്തിനുമനുസരിച്ച് ഓരോ കാലഘട്ടത്തിലും അതിന് പേരുകളുണ്ടാകും. വലാ യുസമ്മ ബിഇഅ്തിബാരി ലിബാസിൻ ആഖറ, വേറെ വസ്ത്രത്തിന് ആ ഇൻസാനുൽ കാമിൽ എന്നുള്ള പേര് വരികയില്ല. ആ ഇൻസാനുൽ കാമിലായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ അച്ചുതണ്ടുകളും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇൻസാനുൽ കാമിൽ, ഫഇസ്മുഹുൽ അസ്ലിയു, അതിൻ്റെ യഥാർത്ഥ പേര് അല്ലദീ ഹുവ ലഹു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് എന്ന നാമമായിരിക്കും. വകുന്യതുഹു അബുൽ ഖാസിം എന്നുള്ളതായിരിക്കും അവിടുത്തെ ഓമനപ്പേര്. വവസ്ഫുഹു അബ്ദുള്ള, അവിടുത്തെ വിശേഷനാമം അബ്ദുള്ള എന്നായിരിക്കും. വലഖബുഹു, സ്ഥാനനാമം ഷംസുദ്ദീൻ എന്നായിരിക്കും. സുമ്മലഹു ബിഇഅ്തിബാരി മലാബിസിൻ ഉഖറ അസാമിൻ, വിവിധ വസ്ത്രങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത പേരുകളുണ്ടാകും. വലഹു ഫീ കുല്ലി സമാനിൻ ഇസ്മുമ്മ, ഓരോ കാലഘട്ടത്തിലും ഓരോ പേരുകളായിരിക്കും ആ ഇൻസാനുൽ കാമിൽ അറിയപ്പെടുക. എലീഖു ബിലിവാസിഹി ഫീ ദാലിക സമാൻ, ആ കാലഘട്ടത്തോട് യോജിച്ച വസ്ത്രത്തിൽ ഇൻസാനുൽ കാമിലായി വന്ന ആ ഇൻസാനുൽ കാമിലിന് ആ കാലഘട്ടത്തോട് യോജിച്ച ഒരു പേരായിരിക്കും ഉണ്ടാവുക. മഹാനരായ അബ്ദുൽ കരീമുൽ ജീലി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വഖദ് ഇജ്തമഅതു ബിഹി, മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഞാൻ സംഗമിച്ചു. വഹുവ ഫീ സൂറത്തി ശൈഖി അശ്ശൈഖ് ശറഫുദ്ദീൻ ഇസ്മായിൽ അൽ ജബർതി, മഹാനരുടെ ഷെയ്ഖും മുർഷിദുമായ അശ്ശൈഖ് ശറഫുദ്ദീൻ ഇസ്മായിൽ റളിയല്ലാഹു അൻഹുവിൻ്റെ രൂപത്തിൽ മുത്ത് റസൂലുള്ളാഹിയുമായി സംഗമിച്ച്, വലസ്തു അഅലമു അന്നഹു നബി, അത് നബിയാണെന്ന് എനിക്ക് പെട്ടെന്ന് തിരിച്ചറിഞ്ഞില്ല. വകുൻതു അഅലമു അന്നഹു ഷെയ്ഖാണെന്നാണ് ഞാൻ വിചാരിച്ചത്, മനസ്സിലാക്കിയത്. വഹാദ മിൻ ജുംലത്തി
മശാഹിദ ഷാഹത്തുഹു ഫീഹ എന്ന് പറഞ്ഞ മഹാനവറുകൾ അതിൻ്റെ മുഖവുരയിൽ പറയുന്നുണ്ട്. മുത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യകാലം മുതൽ ഈ പ്രപഞ്ചത്തെ പടച്ചത് മുതൽ അവസാന കാലഘട്ടം വരെ മുത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപ്പാപ്പാൻ്റെ ഭരണമാണ് ഇവിടെ നടക്കുന്നത്. അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സൃഷ്ടികളൊക്കെ നിലകൊള്ളുന്നത് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു വിഷയമാണ്. അതിന് വിശദമായിട്ട് മഹാനരായ അബ്ദുൽ കരീം ജീലി തങ്ങൾ ആ വിഷയത്തെ റളിയല്ലാഹു അൻഹു ആ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അൽ ഹബീബ്, ഹബീബുല്ലാ എന്നുള്ള പേര് വരാനുള്ള രഹസ്യത്തെക്കുറിച്ച് മഹാനവറുകൾ വിശദമായിട്ട് പറയുന്നുണ്ട്. പൂർണ്ണമായി നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ലെങ്കിലും അതിൻ്റെ ഒരു ചെറിയ ഭാഗം അതിൽ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെയും മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുവർത്തിക്കുന്നതിൻ്റെയും വിഷയങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് മഹാനവറുകൾ ആ ഭാഗത്ത് പറയുന്നുണ്ട്. ഫീ സിർരി തസ്മിയതിഹി ബിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹബീബ് എന്ന് പേര് വരാനുള്ള കാരണം എന്ത്? മഹാനവറുകൾ പറയുന്നു, യഅലം അയ്യദനല്ലാഹു തആല വ ഇയ്യാക, അല്ലാഹു നമ്മളെ ശക്തിപ്പെടുത്തുമാറാവട്ടെ. വലാ അഖ്ലാന മിൻ ജൂദിഹി, അവിടുത്തെ ഔദാര്യത്തിൽ നിന്ന് നമ്മളെ ഒഴിവാക്കാതിരിക്കട്ടെ. അന്നഹു വറദ ഫിൽ ഹദീസി, ഹദീസിൽ വന്നതാണ് അനിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് അന്നഹു ഖാല, മഹാനവറുകൾ പറഞ്ഞു, ജലസനാസും മിൻ അസ്ഹാബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസ്ഹാബുകളിൽ നിന്ന്, സഹാബികളിൽ നിന്ന് കുറച്ചാളുകൾ ഇരുന്ന് യന്തളിറൂനഹു, മുത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദസ്സിലേക്ക് കടന്നു വരുന്നതും പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഫഖറജ, ആ സമയത്താണ് അദ്ദേഹം വരുന്നത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വരുന്നത്. ഹത്താ ഇദാ ദനാ മിൻഹും, അങ്ങനെ ആ സദസ്സിലേക്ക് അടുത്തപ്പോൾ സമിഅതുഹും യതദാകറൂന, അവർ ചർച്ച ചെയ്യുന്നതാണ് കേൾക്കാനിടയായത്. ഫസമിയ ഹദീസഹും, അവരുടെ സംസാരം കേട്ടു. ഫഖാല ബഅ്ലുഹും, ചിലർ പറയുന്നത് അജബൻ, അത്ഭുതം തന്നെയാണ്. ഇന്നല്ലാഹ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തഖദ മിൻ ഖൽഖിഹി ഖലീലൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ സൃഷ്ടികളിൽ നിന്ന് ഖലീലിനെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു സഹാബി പറഞ്ഞു, മാദാ ബിഅജമിൻ കലാമി മൂസ കല്ലമഹുല്ലാഹു തക്ലീമ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു സംസാരിച്ചു, ആ സംസാരം അത് തന്നെ വലിയ അത്ഭുതമുള്ള കാര്യമല്ലേ. ഫഈസ കലിമത്തുല്ലാഹി വറൂഹുഹു, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ വചനവും ആത്മാവുമാണ്. വഖാല ആഖറു, ആ സമയത്ത് മറ്റൊരു സഹാബി, ആദം ഇസ്തഫാഹുല്ലാഹ്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു തെരഞ്ഞെടുത്തു. എന്നിങ്ങനെ ഓരോ നബിമാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ഥാന പദവി കൊടുത്തതിനെക്കുറിച്ച് ഓരോരുത്തർ ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഫഖറജ അലൈഹിം, മുത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാപ്പ വരുന്നത്. ഫസല്ലമ,
എന്നിട്ട് സലാം പറഞ്ഞിട്ട് വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സമിഅ്തു കലാമക്കും വഅജബക്കും, നിങ്ങളുടെ വാക്ക് ഞാൻ കേട്ടു, നിങ്ങൾ അത്ഭുതപ്പെട്ട കാര്യവും ഞാൻ കേട്ടു. അന്നല്ലാഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തഖദ ഇബ്രാഹീമ ഖലീല വഹുവ കദാലിക, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു ഖലീലായി തെരഞ്ഞെടുത്തു. വമൂസ കല്ലമഹുല്ലാഹു തക്ലീമാ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയുമായി സംസാരിച്ചു. വഹുവ കദാലിക, അതും അപ്രകാരം തന്നെ ശരിയാണ്. വഈസാ റൂഹുല്ലാഹ്, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിൻ്റെ റൂഹാണ്. വഹുവ കദാലിക, അതും അപ്രകാരം തന്നെയാണ്. വ ആദം ഇസ്തഫാഹുല്ലാഹു തആല, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്തു. വഹുവ കദാലിക, അതും ശരി തന്നെയാണ്. സഫിയുള്ളയാണ് ആദം നബി അലൈഹിസ്സലാം. വ അന ഹബീബുല്ലാഹ് വലാ ഫഖറ, മേനി നടിച്ച് പറയുകയല്ല, ഞാൻ അല്ലാഹുവിൻ്റെ ഹബീബാണ്. വ അന ഹാമിലു ലിവാഇൽ ഹംദി യൗമൽ ഖിയാമ വലാ ഫഖറ, അഹങ്കരിച്ച് പറയുകയല്ല, അന്ത്യദിനത്തിൽ സ്തുതിയുടെ കൊടിവാഹകനാണ് ഞാൻ. വ അന അവ്വലു ശാഫിഇൻ വ അവ്വലു മുശഫ്ഫഇൻ വലാ ഫഖറ, ആദ്യമായി ശുപാർശ ചെയ്യുന്നവനും ശുപാർശ സ്വീകരിക്കപ്പെടുന്നവനും ഞാൻ തന്നെയാണ്, ഫഖറല്ല. വ അന അവ്വലു മൻ യുഹർരികു ഹിലകൽ ജന്നതി വലാ ഫഖറ, സ്വർഗത്തിൻ്റെ കവാടം തുറക്കുന്നവനും ഞാനാണ്. ഫയുഫ്തഹു ലീ, അത് എനിക്ക് വേണ്ടി തുറക്കപ്പെടും. ഫാദുഖുലുഹാ, അതിലേക്ക് ഞാൻ പ്രവേശിക്കും. വമഈ ഫുഖറാഉൽ മുഅ്മിനീന മിൻ ഉമ്മതി, എൻ്റെ കൂടെ മുഅ്മിനീങ്ങളായ ഫഖീറന്മാരായ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളുണ്ടാകും. വ അന അക്രമുൽ അവ്വലീന വൽ ആഖിരീൻ വലാ ഫഖറ, കഴിഞ്ഞ ആളുകളിലും വരാൻ പോകുന്ന ആളുകളിലുമൊക്കെ ഏറ്റവും ആദരിക്കപ്പെട്ട കറമുള്ള കറാമത്തുള്ള ആളും ഞാൻ തന്നെയാണ്. വലാ ഫഖറ, ഈ ഹദീസ് വളരെ വ്യക്തമാണ്. അന്ന ഹാദൽ ഹദീസ ജാമിഉം മുസർരിഹും ബികമാലിഹി, മുത്ത് റസൂലുള്ളാഹിന്റെ സമ്പൂർണതയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒരു ഹദീസാണ്. വ അഫ്ളലിയതിഹി, മുത്ത് റസൂലുള്ളാഹി അഫ്ളലാണ് എന്നുള്ളതും അലാ കുല്ലിൽ കുമലാഹി വൽ ഫുളലാ, ലോകത്ത് വന്ന ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളുകൾ ആരൊക്കെയുണ്ടോ അവരെക്കാളൊക്കെ മുത്ത് റസൂലുള്ളയാണ് ശ്രേഷ്ഠതയാർജിച്ചതെന്നുള്ള വിഷയത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഹദീസാണ് ഈ ഹദീസ്. വസഉംബിഉകാൻ സിർരി തഖ്സീസിഹി ബിസ്മിൽ ഹബീബ്, മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഹബീബ് എന്ന് പേര് വരാൻ കാരണം? മുത്ത് റസൂലുള്ളാഹിക്ക് മാത്രമാണ് ഹബീബ് എന്നുള്ള പേര്. ആ പേരിൻ്റെ സവിശേഷത എന്തുകൊണ്ടാണ്, അതിൻ്റെ രഹസ്യം എന്താണെന്നുള്ളത് പറഞ്ഞു തരാം. ലിതഅലമ അന്നൽ മഖാമൽ ഹുബ്ബി, ഹുബ്ബിൻ്റെ മഖാമാണ്, സ്നേഹത്തിൻ്റെ മഖാമാണ്. അലൽ മഖാമാത്തിൽ കമാലിയ, സമ്പൂർണതകളുടെ മഖാമുകൾ, ആ മഖാമിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന മഖാമ് ഹുബ്ബിൻ്റെ മഖാമാണ്.
വദാലിക ആ ഹബീബാകാനുള്ള കാരണം അന്നഹു വറദ ഫിൽ ഹദീസി അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുണ്ട് അന്നഹു ഖാല മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഹാക്കിയൻ അനില്ലാ അള്ളാഹുവിൽ നിന്ന് വിശദീകരിക്കുന്ന അള്ളാഹുവിനെ തൊട്ട് ഉദ്ധരിച്ച് പറയുന്ന ഒരു ഹദീസ് ഖുദ്സിയായ ഹദീസിൽ പറയുന്നു കുൻതു കൻസൻ മഖ്ഫിയൻ ഞാൻ ഒളിക്കപ്പെട്ട ഒരു നിധിയായിരുന്നു ഫഅഹബബ്തു അൻ ഉറഫ ഞാൻ അറിയപ്പെടണമെന്ന് ആഗ്രഹിച്ചു ഫഖലഖ്തു ഖൽഖൻ അങ്ങനെ സൃഷ്ടികളെ ഞാൻ സൃഷ്ടിച്ചു എന്ന് പറയുന്ന വിവിധ തരത്തിലുള്ള ഹദീസുകളുണ്ട്. ഈ ഹദീസുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അഹബബ്തു ഞാൻ ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ ഭൂമിയിലുള്ള സകല വസ്തുക്കളെയും സൃഷ്ടിക്കാൻ അള്ളാഹുവിൻ്റെ ഹുബ്ബാണ് നിമിത്തമായിട്ടുള്ളത്. ഫകാന തവജ്ജുഹുൽ ഹുബ്ബിയു ഈ അല്ലാഹുവിൻ്റെ ഹുബ്ബ് എന്നുള്ള കാരണമുണ്ടല്ലോ അതാണ് അവ്വലു സാദിരിൻ മിനൽ ജാനിബിൽ ഇലാഹി ഫീ ഈജാദിൽ മഖ്ലൂഖാത്ത് ഈ ഭൂമിയിലെ എല്ലാ സൃഷ്ടികളെയും അർശ് മുതൽ ഫർശ് വരെയുള്ള എല്ലാ സൃഷ്ടികളെയും അള്ളാഹു പടക്കാനിടയായ കാരണം ആ ഹുബ്ബാണ്. ഫൽ ഹുബ്ബു ലിബഖിയ്യതി മഖാമാത്തിൽ കമാൽ സമ്പൂർണതകളുടെ മഖാമുകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഹുബ്ബ് എന്നുള്ളതാണ് അടിസ്ഥാനമായിട്ട്. സമ്പൂർണത വേണമെങ്കിൽ അതിൽ ഹുബ്ബാണ് ആദ്യമായിട്ട് വേണ്ടത്. അസ്ലുന്നത് അടിസ്ഥാനമാണ്. വഹിയ ലഹു കൽ ഫർഇ ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ പിന്നാലെ വരുന്ന ഫുറൂഉകളാണ്. വലി അജലി അന്നൽ മഖാമൽ ഔലാൽ അസ്ലി കാന മഖ്സൂസൻ ബിൽ മൗജൂദിൽ അവ്വലിൽ അസ്ലി അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ സൃഷ്ടിയെ ഉണ്ടാക്കാൻ കാരണമായത് ഈ ഹുബ്ബായതുകൊണ്ട് തന്നെ ആ ഹുബ്ബ് മുഖേനയാണ് ഈ ഭൂമിയെ പടച്ചത്. അള്ളാഹുവിൻ്റെ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെ പടച്ചത്. ആ ഹുബ്ബുണ്ടായിരുന്നില്ല എങ്കിൽ പ്രപഞ്ചമില്ല. അള്ളാഹുവിൻ്റെ ഇസ്മുകളും സിഫത്തുകളും പ്രകടമാകുമായിരുന്നില്ല. ഭൂമിയിൽ ഒരു സൃഷ്ടിയും ഉണ്ടാകുമായിരുന്നില്ല. ആ ഹുബ്ബിലൂടെ ഉടലെടുത്തതാണ് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ റൂഹിൻ്റെ വാസിതയിലൂടെയാണ് ആ ഹുബ്ബിലൂടെ ഉണ്ടായ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടായിരുന്നില്ല എങ്കിൽ ഹുവൽ വാസിതത്തുൽ ഊലാ ലിളുഹൂരിൽ മൗജൂദാത്ത് ഭൂമിയിലുള്ള ഏതൊക്കെ വസ്തുക്കളുണ്ടോ ആ വസ്തുക്കളൊക്കെ പ്രകടമാകാൻ കാരണമായത് മാധ്യമമായത് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വഖദ് വറദ അൻഹു അന്നഹു ഖാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നല്ലാഹ തബാറക വ തആല ഖാല ലഹു ഫീ ലൈലത്തിൽ മിഅ്റാജ് മിഅ്റാജിൻ്റെ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനോട് പറഞ്ഞല്ലോ ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാഖ് അങ്ങുണ്ടായിരുന്നില്ല എങ്കിൽ ഈ ഗോളങ്ങളെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല. ഫമിൻ അജ്ലി ദാലിക ഹുബ്ബിൽ നിന്ന് ഉടലെടുത്ത മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുബ്ബ് ഫഅഹബബ്തു അൻ ഉറഫ ഞാൻ അറിയപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ആ ഹുബ്ബാണ് ആദ്യമായിട്ടുണ്ടായത്. ആ ഹുബ്ബിലൂടെ മുത്ത് റസൂലുള്ളാഹി വമിൻ അജ്ലി ദാലിക ഖസ്സഹുല്ലാഹ് ആ ഒരൊറ്റ കാരണത്താൽ
അള്ളാഹുവിൻ്റെ റസൂലിന് ബിസ്മിൽ ഹബീബ്, ഹബീബ് എന്ന പേരുകൊണ്ട് സവിശേഷമായി ദൂന ഗൈരിഹി, മറ്റുള്ള ആർക്കും ആ പേര് കിട്ടിയില്ല. വഇന്നമാ അഹബ്ബല്ലാഹു ഉമ്മതഹു അല്ലദീന ഇത്തബഊഹു, മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്ന ഉമ്മത്തിനെ അള്ളാഹു ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ്? ആ ഹുബ്ബിലുള്ള മുത്ത് റസൂലുള്ളയെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, അള്ളാഹു പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, അള്ളാഹു മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഇൻ കുൻതും, നബിയെ അങ്ങ് പറയണം, അള്ളാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, ആ ഹബീബിനെ നിങ്ങൾ ഇഷ്ടപ്പെടണം, പിന്തുടരണം, ഇത്തിബാ ചെയ്യണം. എങ്കിൽ യുഹിബ്ബുകുമുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഇഷ്ടമുണ്ടാകും. ലിഅന്നഹും, കാരണം ഉമ്മത്ത് മഖ്ലൂഖൂന മിൻഹു, മുത്ത് റസൂലുള്ളയിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. കമാ ഖാല അല്ലാഹു തആല, കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, അന മിനല്ലാഹ് വൽ മുഅ്മിനൂന മിന്നീ, ഞാൻ അല്ലാഹുവിൽ നിന്നാണ്, മുഅ്മിനീങ്ങളായ മുഅ്മിനീങ്ങളൊക്കെ എന്നിൽ നിന്നുമാണ്. വഹാദിഹി ഖുസൂസിയത്തും മിനല്ലാഹി ലി ഉമ്മത്തി മുഹമ്മദിൻ, മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൻ്റെ സവിശേഷത ഇത് തന്നെയാണ്. ആ ഹബീബിൻ്റെ ആളായി, ആ ഹബീബിനോട് ചേർന്നു, ആ ഹബീബിൽ നിന്നുണ്ടായി. ദൂന ഗൈരിഹിം മിൻ സായിരിൽ ഉമമി, മറ്റ് ഉമ്മത്തിൽപ്പെട്ടവർക്കൊന്നും ആ സവിശേഷത കിട്ടിയില്ല. ഫലിദാ ഫഇന്നല്ലാഹ സുബ്ഹാനഹു വതആല, അല്ലാഹു സുബ്ഹാനഹു വതആല അൻകറ അലാ മൻ ഇദ്ദഅ മിനൽ ഉമമിൽ മാദിയ, കഴിഞ്ഞകാല ഉമ്മത്തിൽപ്പെട്ട ആളുകൾ അന്നഹും അഹിബ്ബാഉല്ലാഹ്, അള്ളാഹിൻ്റെ ഹുബിൻ്റെ ആളുകളാണ് ഞങ്ങളെന്ന് അവർ വാദിച്ചപ്പോൾ അള്ളാഹു അതിനെ നിഷേധിച്ചു. വഖാലത്തിൽ യഹൂദു വന്നസാറ നഹ്നു അബ്നാഉല്ലാഹി വ അഹിബ്ബാഉ, ജൂതന്മാരും നസാറാക്കളും പറഞ്ഞു ഞങ്ങൾ അള്ളാഹിൻ്റെ അഹിബ്ബാക്കളാണ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് അതിനെ നിഷേധിച്ചു പറയുകയുണ്ടായി. വ അസ്ബതൽ മഹബ്ബത ലി അത്ബാഇ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹബ്ബത്ത് എന്നുള്ളത് ആ ഹബീബിലേക്ക് ചേർന്ന, ഹബീബിനെ പിന്തുടർന്ന ആളുകൾക്കാണ്. ലിഅന്ന കുല്ല ഉമ്മത്തിൻ മഖ്ലൂഖത്തും മിൻ നബിയിഹാ, എല്ലാ ഉമ്മത്തും അവരുടെ നബിയിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. വലാ ഹബീബ ഇല്ലാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായിട്ട് മുത്തു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ ഇല്ല. ഫഖ്തസ്സത് ഉമ്മതുഹു ബിമഹബ്ബത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ മഹബ്ബത്ത് കൊണ്ട് അവിടുത്തെ ഉമ്മത്ത് പ്രത്യേകക്കാരായി. ദൂന ഗൈരിഹിം, മറ്റുള്ളവർക്കത് കിട്ടിയില്ല. ഇനി മഹാനവറുകൾ ഹുബിൻ്റെ വളരെ വിശദമായിട്ടുള്ള ഭാഗങ്ങളാണ് പറയുന്നത്. ഹുബിൻ്റെ മർത്തബകളെക്കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാണ് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ് വരേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചും മഹാനവറുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഓരോരുത്തർക്കും വരുന്ന എന്തെന്ത് ഹൈറുകളുണ്ടോ ആ ഹൈറിനൊക്കെ നിദാനമായിട്ടുള്ളത് പോട്ടെ, ഓരോ മനുഷ്യനും ഇവിടെയുള്ളത് ആ ഹബീബിൻ്റെ നിലനിൽപ്പ് കൊണ്ട് മാത്രമാണ്. അൽ വാസിത്തത്തുൽ ഉളുമ, അൽ വസീലത്തുൽ ഉളുമ, ഷഫാഅത്തുൽ കുബ്ര, ഏത് രീതിയിൽ റസൂലുള്ളാഹിനെ പറഞ്ഞാലും നമ്മൾക്ക് അവിടുത്തോടുള്ള കടപ്പാട് തീരുകയില്ല.
അത്രയും വലിയ കടപ്പെട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് അവിടത്തോട് സ്നേഹിച്ച് ആ സ്നേഹം നമ്മിൽ ലയിക്കാതെ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹം, ഹൃദയത്തിൻ്റെ ഹുബ്ബ് ഉള്ളിൻ്റെ ഉള്ളകങ്ങളിൽ കയറിയ ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതിന് നിദാനമായി റബീഉൽ അവ്വൽ നമുക്ക് കാരണമാക്കി തരുമാറാവട്ടെ. ഗൗസുൽ ആദം തങ്ങൾ ഉപ്പാപ്പാന്റെ യഥാർത്ഥ മുരീദന്മാരുടെ കൂട്ടത്തിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുടെ ശൈഖ് തങ്ങളുടെ ഖദമിലായി അന്ത്യദിനം വരെ എല്ലാ കാലഘട്ടത്തിലും അവിടുത്തെ തണലിലായി നമ്മളെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.